നോബിൾ മാരിക്കാരനുണ്ട്. നോബിൾ ഡൽഹിയിൽ എഴുന്നേറ്റ് കണിയൊക്കെ കണ്ടോ എന്ന് നമുക്ക് നോക്കാം. മയൂർ വിഹാർ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് നോബിൾ മാരിക്കാരൻ എത്തി നിൽക്കുന്നത്. നോബിൾ മാരിക്കാരൻ, ഹാപ്പി വിഷു. ദില്ലിയിൽ കണി കാണാനായി, അതോടൊപ്പം തന്നെ കണ്ണനെ കാണാനായി എല്ലാവരും എത്തുന്ന ഇടത്താണ് ഇപ്പോൾ നോബിൾ നിൽക്കുന്നത്. എങ്ങനെയുണ്ട് അവിടുത്തെ വിഷു ആഘോഷങ്ങളൊക്കെ? സുജയ, ഹാപ്പി വിഷു എന്താണെങ്കിലും വലിയ തരത്തിലാണ് ഉത്തരേന്ത്യയും അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലൊക്കെ മലയാളികൾ വിഷു ആഘോഷിക്കുന്നതെന്ന് വേണം പറയാം. നമ്മളുള്ളത് ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ്. ഇവിടെ രാവിലെ തന്നെ വിഷുക്കണിയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. വളരെ വിപുലമായി തന്നെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. നാട്ടിലെ ചക്ക മുതൽ അത്തരത്തിൽ എല്ലാ പഴവർഗ്ഗങ്ങളും അതോടൊപ്പം തന്നെ പച്ചക്കറികളൊക്കെ ഒരുക്കിക്കൊണ്ടാണ് മനോഹരമായി തന്നെ ഇവിടെ വിഷുക്കണി ഒരുക്കിയിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലുള്ളത്. നമ്മുടെ നാട്ടിലെ ഗുരുവായൂർ ക്ഷേത്രം പോലെ തന്നെ ദില്ലിയിൽ ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമാണ്. ഒരുപാട് മലയാളികൾ വരുന്നൊരിടമാണ്. രാവിലെ മുതൽ 4 മണി മുതൽ തന്നെയൊക്കെ ആളുകൾ ഇവിടെ എത്തിക്കൊണ്ട് ഈ വിഷുവിന്റെ പ്രാർത്ഥനകളും ആഘോഷങ്ങളുടെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിരവധി ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഇവിടെ ദർശനത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. അത്തരത്തിൽ വലിയ തരത്തിൽ തന്നെ ആളുകളുടെ ഒരു നീണ്ട നിര ഇവിടെ ഉണ്ട്. പ്രധാനമായും ഇന്നിപ്പോൾ വിഷു ആയതുകൊണ്ട് തന്നെ വലിയ തിരക്ക് രാവിലെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഈ രാവിലെ തന്നെ ആളുകൾ ഇന്ന് അവധി ദിവസം കൂടി ആയതുകൊണ്ട് തന്നെ എത്തിക്കൊണ്ട് ക്ഷേത്രദർശനം നടത്തി മടങ്ങാനുള്ള നീക്കമാണ് നടത്തുന്നത്. നിരവധി ആളുകൾ നമുക്ക് തനതായ കേരളത്തിന്റെ വസ്ത്രധാരണ രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ ദില്ലിയിൽ കാണാൻ കഴിയുന്നത്. ഓണത്തിനും അതുപോലെ തന്നെ ഈ വിഷു ദിവസങ്ങളിലൊക്കെയാണ് നിരവധി ആളുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത്തരത്തിൽ ആളുകളുടെ ഒരു വലിയ ആഘോഷവും കൂട്ടായ്മയൊക്കെ ആയി തന്നെ വിഷു മാറുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എങ്ങനെയുണ്ട് ദില്ലിയിലെ വിഷു? വിഷു വളരെ സന്തോഷകരമായിട്ട് ഇവിടെ വരാൻ പറ്റി. വളരെ നന്ദി ഞങ്ങളോട് ഇത് ചോദിച്ചതിന്. ഇവിടെ ഡൽഹിയിൽ ഏറ്റവും പ്രസിദ്ധമായ അമ്പലമാണല്ലോ ഇത്. ഞങ്ങൾ വളരെ സന്തോഷപൂർവ്വം എല്ലാവർക്കും ഹാപ്പി വിഷു. നാട്ടിലെ വിഷു മിസ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും അടുത്ത് വരാനായിട്ടൊരു സാഹചര്യം ഒത്തുവരുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരും ഫാമിലിയും ഒക്കെ. പിന്നെ നാട്ടിലാണെങ്കിൽ നാട്ടിലായാലും മറുനാട്ടിലായാലും മലയാളിക്ക് വിഷു എന്ന് പറഞ്ഞാൽ ഗൃഹാതുരമായ ഒരു ഓർമ്മയാണ്. അമേരിക്കയിൽ നിന്നൊക്കെ പുലർച്ചെ, അതായത് നമ്മുടെ ഇന്ത്യൻ സമയത്തിൽ കണി കാണുകയാണോ, അമേരിക്കയിൽ കണി ഒരുക്കണമെന്നുണ്ടെങ്കിൽ വിഷു പുലരി എന്ന് പറയുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണല്ലോ, വൈകുന്നേരം ആകുമ്പോഴാണ്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർ സന്ദേശങ്ങളൊക്കെ അയക്കുന്നുണ്ട് വ്യക്തിപരമായും. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു.